ചെക്ക് പോസ്റ്റുകളിലെ അഴിമതിക്ക് കൂച്ചുവിലങ്ങിട്ട് മോട്ടോർ വാഹന വകുപ്പ്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കാൻ ഗതാഗത കമ്മീഷണർ പുതിയ മാനദണ്ഡമിറക്കി. നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിൻവലിക്കും. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ മാത്രമായിരിക്കും ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുക. ചെക്ക് പോസ്റ്റുകളിൽ നിരന്തരം എൻഫോഴ്സ്മെന്റ് RTO പരിശോധന നടത്തണം. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സനൂപ്, ഈ ചെക്ക് പോസ്റ്റുകളിലെ ക്രമക്കേടുകൾ, അഴിമതികളൊക്കെ തന്നെ നിരവധി തവണ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയായി നൽകിയതാണ്. ഇപ്പോൾ ഈ അഴിമതിക്ക് എങ്ങനെ കൂച്ചുവിലങ്ങിടാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത്? സ്നേഹ, കഴിഞ്ഞ ദിവസങ്ങളിലും ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസിന്റെ വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോഴും ഈ കൈക്കൂലി പണം ഇവിടെ നിന്ന് പിടികൂടുകയും ചെയ്തിരുന്നു. വലിയ നാണക്കേടാണ് മോട്ടോർ വാഹന വകുപ്പിന് പലപ്പോഴായിട്ട് ഈ അതിർത്തിയിലുള്ള 20 ചെക്ക് പോസ്റ്റുകളും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 20 ചെക്ക് പോസ്റ്റുകളുടെയും പ്രവർത്തനം മാറ്റിക്കൊണ്ട് പുതിയ മാനദണ്ഡം ഗതാഗത കമ്മീഷണർ CH നാഗരാജ് ഇപ്പോൾ പുറത്തിറക്കിയത്. ഈ നിലവിൽ ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റുകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരെ ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് മറ്റുമൊക്കെ നടത്തുന്നതിന് വേണ്ടി മാറ്റി നിയോഗിക്കും. ഇനി ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള ചുമതല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് നൽകിയിരിക്കുന്നത്. ഒരു ചെക്ക് പോസ്റ്റിൽ ഒരു MVI, അതുപോലെ ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, പിന്നെ ഒരു ഓഫീസ് അറ്റൻഡർ എന്നിവരെ മാത്രമേ നിയമിക്കൂ. അത് തന്നെ ഒരു ഉദ്യോഗസ്ഥന് 15 ദിവസം മാത്രമായിരിക്കും ഒരു ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടി നൽകുക. ചെക്ക് പോസ്റ്റുകളുടെ സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ നികുതി വെട്ടിക്കുന്ന വാഹനങ്ങൾ അവയെ പിടികൂടുന്നതിനും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും അതിർത്തിയിൽ വെച്ച് പിടികൂടേണ്ട, പകരം മറ്റ് കംഫോർട്ടായിട്ടുള്ള ഇടങ്ങളിൽ വെച്ച് പിടിച്ചാൽ മതി എന്നാണ്. അത് ഏതൊക്കെ സ്ഥലങ്ങൾ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം അറിയിക്കുമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ചെക്ക് പോസ്റ്റുകളിൽ ഈ പുതിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചാൽ പോലും RTO എൻഫോഴ്സ്മെന്റ് നിരന്തരം ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തണമെന്ന നിർദ്ദേശവും ഈ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹ, ശരി. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അഴിമതി എന്നിവയ്ക്ക് കൂച്ചുവിലങ്ങിടാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.